പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് പുനഃപരിശോധിക്കണമെന്ന് വി ഡി സതീശൻ. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ UDF-ന് കിട്ടില്ലെന്നും സതീശൻ. ഗുരുവായൂർ തിരുവങ്കിടം നിവാസികളുടെ റെയിൽവേ അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ടെൻഡർ നടപടികൾ ആരംഭിച്ച് റെയിൽവേ. ഗുരുവായൂർ ദേവതയിൽ നിന്ന് അഴിക്കാനെത്തിയ പാപ്പാന്മാരെ ആന ഓടിച്ചു. മരൊട്ടിച്ചാൽ ചുള്ളിക്കാവ് മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തിയ കാട്ടുകൊമ്പനെ നാട്ടുകാർ ചേർന്ന് കാടുകയറ്റി. മേഖലയിൽ കൂടുതൽ ആനകളുണ്ടെന്ന് പ്രദേശവാസികൾ. വെള്ളിക്കുളങ്ങര ഇത്തനോളിയിൽ കാട്ടാനശല്യം രൂക്ഷം. ചിറ്റിലപ്പള്ളി പുതൂർ കരിക്കാക്കോൾപ്പാടത്തെ നെൽകൃഷി ഉണങ്ങുന്നു. പെരുമ്പിലാവ് പൂയാംകുളം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് ഏറ്റെടുക്കാതെ മില്ലുടമകൾ. പാഞ്ഞാളിൽ 70,000 കിലോ നെല്ല് കെട്ടിക്കിടക്കുന്നു. ദുരിതപൂർണമായി എരുമപ്പെട്ടി ITC റോഡിലൂടെയുള്ള യാത്ര. റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വലമായ സ്വീകരണം. ചേലക്കരയിലായിരുന്നു ആദ്യ സ്വീകരണം. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിൽ ദുരൂഹതയുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ UDF-ന് കിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംഘപരിവാറിന്റെ അതേ പാതയാണ് ഇടതുപക്ഷം തുടരുന്നത്. തുടർഭരണം വേണ്ട എന്ന UDF-നേക്കാൾ വാശി പിടിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികരാണെന്നും സതീശൻ പറഞ്ഞു. വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട്, പാവറട്ടി എന്നിവിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. പുതുയുഗ യാത്ര വ്യാഴാഴ്ചയും ജില്ലയിൽ പര്യടനം തുടരും. പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, തൃപ്രയാർ, മൂന്നുപീടിക, മാള, ചാലക്കുടി എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. UDF പുതുയുഗ യാത്രയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. കേരളത്തിലെ നാനാ മേഖലകളിൽ നിന്നുള്ളവർ സർക്കാരിനെതിരെയായെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പുതുയുഗ യാത്രയ്ക്ക് ചാവക്കാട് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക നായകർ ഉൾപ്പെടെ ഇപ്പോൾ ആശങ്കയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മുനിസിപ്പൽ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ തോളിലേറ്റിയാണ് ജാഥ ക്യാപ്റ്റൻ വി ഡി സതീശനെ വേദിയിലേക്ക് ആനയിച്ചത്. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിൽ സമഗ്രമായ മാറ്റമുണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ നമുക്ക് ആരോഗ്യവതിയായി നടത്തണം. കഴിഞ്ഞ 9 മാസക്കാലം മുൻപ് നമ്മൾ ഒരു ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു. 300-ലധികം ഡോക്ടർമാർ രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർ പങ്കെടുത്ത ഹെൽത്ത് കോൺക്ലേവ് നടത്തി. നമ്മുടെ കമ്മീഷൻ 600ഓളം ഡോക്ടർമാരുമായും ആരോഗ്യ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി. സർക്കാരല്ല, നമ്മൾ, പ്രതിപക്ഷം. വർഗീയത പറയുന്നവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും UDF ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പുതുയുഗ യാത്രയ്ക്ക് കുന്നംകുളത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, ബെന്നി ബെഹനാൻ MP, മാണി C കാപ്പൻ MLA, മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന് 1 ലക്ഷം കോടിയുടെ കടബാധ്യത വരുത്തിവെച്ചാണ് പിണറായി വിജയൻ പദവിയൊഴിയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പുതുയുഗ യാത്രയ്ക്ക് വടക്കാഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. CPM പിന്തുടരുന്നത് സംഘപരിവാർ പാതയാണ്. വോട്ട് ബാങ്ക് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ചിലർ UDF-നെ ഭീഷണിപ്പെടുത്തുകയാണ്. വർഗീയത പറഞ്ഞാൽ ഇനിയും ശക്തമായ മറുപടി നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. UDF നിയോജകമണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷനായി. കൊടിക്കുന്നിൽ സുരേഷ് MP, ഷാനിമോൾ ഉസ്മാൻ, ജോസഫ് ടാജറ്റ്, അനിൽ അക്കര, OJ ജനീഷ്, MP വിൻസെന്റ്, PA മാധവൻ, CV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്തമായ അനുഭൂതികൾ പകർന്നെടുത്തുകൊണ്ടാണ് പറഞ്ഞു.
ഗുരുവായൂർ തിരുവെങ്കിടം നിവാസികളുടെ റെയിൽവേ അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ദക്ഷിണ റെയിൽവേ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. തിരുവെങ്കിടം മേഖലയിലേക്കുള്ള റെയിൽവേ ഗേറ്റ് അടച്ചതിനെ തുടർന്നാണ് അടിപ്പാത വേണമെന്ന ആവശ്യം ഉയർന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് റെയിൽവേയുടെ ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞത്. 5 മീറ്റർ വീതിയിലും 2.75 മീറ്റർ ഉയരത്തിലുമാണ് അടിപ്പാത രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. ബോക്സ് മാതൃകയിലാണ് നിർമ്മാണം. 6.46 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 12 മാസമാണ് നിർമ്മാണ കാലാവധി. മുഴുവൻ തുകയും റെയിൽവേയാണ് വഹിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ 7 ലക്ഷം രൂപ റെയിൽവേക്ക് അടച്ചതോടെയാണ് അടിപ്പാതയ്ക്ക് അനക്കം വെച്ചത്. ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അടിപ്പാതയ്ക്കായി നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. NK അക്ബർ MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തു. പിന്നീട് റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ ഗുരുവായൂരിലെത്തി നടത്തിയ പരിശോധനകൾക്ക് ശേഷം നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അടിപ്പാത യാഥാർത്ഥ്യമാകുന്നത്. TCV ഗുരുവായൂർ. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ബൽറാം ഇടഞ്ഞ് 1 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. ക്ഷേത്രത്തിലെ ഉച്ചതിരിഞ്ഞുള്ള ശീവേലി എഴുന്നള്ളിപ്പിനായി കെട്ടുന്തറയിൽ നിന്ന് അഴിക്കാനെത്തിയ പാപ്പാന്മാരെ ആന ഓടിച്ചു. അനുസരണക്കേട് കാണിച്ചതോടെ പാപ്പാന്മാർക്ക് ആനയെ അഴിക്കാനായില്ല. പിന്നീട് ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി 1 മണിക്കൂറിനുള്ളിൽ ആനയെ വരുതിയിലാക്കുകയായിരുന്നു. ശീവേലിയിൽ പങ്കെടുപ്പിക്കാതെ ലോറിയിൽ കയറ്റി ആനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. ശീവേലിക്ക് പകരം ആനയെ എത്തിച്ചു. ഇടഞ്ഞാൽ വലിയ രീതിയിൽ ആക്രമണകാരിയാകുന്ന കൊമ്പനാണ് ബൽറാം. അതുകൊണ്ട് തന്നെ പാപ്പാന്മാർ കനത്ത ജാഗ്രതയിലാണ് ആനയെ നിയന്ത്രിച്ചത്. മരോട്ടിച്ചാൽ ചുള്ളിക്കാവ് മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വിലസിയ കാട്ടുകൊമ്പനെ നാട്ടുകാർ കാടുകയറ്റി. തീപ്പന്തം കത്തിച്ചും പടക്കം പൊട്ടിച്ചുമാണ് നാട്ടുകാർ കൊമ്പനെ കാടുകയറ്റിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ കറങ്ങി നടന്ന കാട്ടുകൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. മരോട്ടിച്ചാൽ സ്വദേശി കിടങ്ങൻ ജോബി, തണ്ടാശ്ശേരി സുകുമാരൻ, വാക്കനാമ്പടത്തിൽ തങ്കച്ചൻ എന്നിവരുടെ വാഴകൃഷികളാണ് നശിപ്പിച്ചത്. ചീരക്കുണ്ട് മേഖലയിൽ മറ്റ് 3 ആനകളുടെ കൂടി സാന്നിധ്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായി പ്രവർത്തിക്കാത്തതുമൂലം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുകയാണ്. കൃഷിനാശം സംഭവിച്ച ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ചുള്ളിക്കാവ് ചിറ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജേഷ് കാര്യാട്ട് ആവശ്യപ്പെട്ടു. വെള്ളിക്കുളങ്ങര ഇത്തനോളി പ്രദേശത്ത് കാട്ടാനശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനക്കൂട്ടം വെള്ളിക്കുളങ്ങര സ്വദേശി സത്യന്റെ പറമ്പിലെ വാഴ, തെങ്ങ് തുടങ്ങിയവ നശിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് പതിവായി കാട്ടാനകൾ എത്തുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത്തനോളിപ്പോൾ എല്ലാ ദിവസവും ആന ഇറങ്ങുന്നുണ്ട്. ഞങ്ങളൊക്കെ പേടിച്ചിട്ട് അവിടെ കഴിയണ കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ഉറക്കൊളിച്ചിരിക്കുകയാണ്. ആന വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയാണ്. പിന്നെ ഫോറസ്റ്റുകാർ വരണ വരെ ഞങ്ങൾ ഉറക്കൊളിച്ചിവിടെ ഇരിക്കും. അവർ പോയി കഴിഞ്ഞാലും കിടന്നുറങ്ങാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. മക്കൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. വീടുകൾക്ക് സമീപമുള്ള റോഡിൽ കാട്ടാന എത്തുന്നതിനാൽ ഇവിടെയുള്ള പട്ടികവർഗ ഉന്നതിയിലെ കുടുംബങ്ങളും ഭീതിയോടെയാണ് കഴിയുന്നത്. ഏതാനും ദിവസം മുൻപ് തൊട്ടടുത്ത പ്രദേശമായ കിഴക്കേ കട്ടിപ്പൊക്കത്തും കാട്ടാനക്കൂട്ടമിറങ്ങി കാർഷിക വിളകൾക്ക് നാശം വരുത്തിയിരുന്നു. കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങളുമായി ചിറ്റിലപ്പള്ളി പുതൂർ കരിക്ക കോൾപ്പാടത്തെ നെൽ കർഷകർ തീരാദുരിതത്തിൽ. ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ മൂലം ഏക്കറക്കണക്കിന് പാടത്തെ നെൽച്ചെടികളാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. പറപ്പൂർ മുള്ളൂർ കായലിന്റെ തുടർച്ചയെന്നോണം വടക്കുഭാഗത്തായി കിടക്കുന്ന 110 ഏക്കറോളം വരുന്ന പുതൂർ കരിക്ക പാടശേഖരത്തെ നെൽകൃഷിയാണ് ഉണക്കുഭീഷണി നേരിടുന്നത്. വെള്ളമില്ലാതെ പാടം വിണ്ടുകീറിയതോടെ കോൾപ്പടവിലെ 70ഓളം വരുന്ന കർഷകർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ്. 30 ദിവസമായി പാടത്ത് വെള്ളമെത്തിയിട്ട് ചിമ്മിനി ഡാമിൽ നിന്ന് യഥാസമയം വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. 70 ദിവസം പ്രായമായ കതിരു വന്നതും കതിര് വരാറായതുമായ നെൽച്ചെടികളാണ് ഉണക്കുഭീഷണി നേരിടുന്നത്. പാടം വിണ്ടുകീറി നെൽച്ചെടികളുടെ വേരുകൾ മുറിഞ്ഞതിനാൽ ഇനി വെള്ളമെത്തിയാലും വിളവ് ലഭിക്കില്ലെന്നും തണ്ടുകൾ വാടിത്തുടങ്ങിയതായും കർഷകർ പറയുന്നു. മുട്ടാത്ത വാതിലുകളില്ലെന്നും ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയാണ് ഇത്തരമൊരു ഗുരുതര പ്രതിസന്ധിക്ക് കാരണമെന്നും പടവ് കമ്മിറ്റി കൺവീനർ രാജനും കമ്മിറ്റി അംഗം TB സുധാകരനും പറയുന്നു. ഒരു വർഷത്തിൽ ഇതുപോലെ വെള്ളം ഉണ്ടായിട്ട് ഉണങ്ങിപ്പോകേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം ഡാമിൽ നിറച്ചുണ്ടായിട്ടും നമ്മുടെ നെല്ലുണങ്ങി പോവുക. 1 മാസത്തോളമായി ഇപ്പോൾ വെള്ളം കിട്ടാണ്ടായിട്ട്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെ മീറ്റിംഗ് കഴിഞ്ഞു ഇതൊക്കെ ആയപ്പോൾ പറഞ്ഞു ഇതപ്പോൾ വെള്ളം വരും, 3 ദിവസം കൊണ്ട് വെള്ളം എത്തും. ആ 3 ദിവസം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞു. അപ്പം ഇതിനൊരു പ്രതിവിധി എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് ആർക്കും അറിയണില്ല. ഇത് അന്വേഷിക്കുന്നില്ല. ഒരാൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടൊരു ഇത് അന്വേഷിക്കുന്നില്ല. ഭയങ്കര അനസ്ഥയാണ്. നമ്മൾ എത്ര പ്രാവശ്യമൊക്കെ കൊടുത്തെന്ന് അറിയോ, പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എത്തണല്ല. ഉദ്യോഗസ്ഥന്മാരെ കളിയും കുറേ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ.
അടാട്ട് ഫാർമേഴ്സ് ബാങ്കിന്റെ കീഴിൽ വരുന്നതാണ് ഈ കോൾപ്പാടം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഭൂരിപക്ഷം കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇതുവരെ ഏക്കറിന് 30,000-ഓളം രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. വെള്ളമില്ലാത്തതിനാൽ നെൽച്ചെടികൾക്ക് നൽകേണ്ട വളം പോലും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചുരുക്കണ്ടത്ത് പടവ്, കരിമ്പാടം പടവ്, തോട്ടപ്പാൽ പടവ് എന്നിവിടങ്ങളിലെല്ലാം സമാനമായ സാഹചര്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് കർഷകരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. കൃഷി ഓഫീസറും ജീവനക്കാരുമില്ല. ചാഴൂർ കൃഷിഭവൻ പ്രവർത്തനം അവതാളത്തിൽ. മേഖലയിലെ കർഷകരും പാടശേഖര സമിതികളും ആശങ്കയിലാണ്. ചാഴൂരിലെ കൃഷി ഓഫീസർ പ്രസവാവധിയിലാണ്. കൃഷി അസിസ്റ്റന്റിന് സ്ഥലമാറ്റം ലഭിച്ചു. മറ്റൊരു അസിസ്റ്റന്റ് BLOയുടെ ഡ്യൂട്ടിയിലുമാണ്. ചില തസ്തികകളിൽ മാസങ്ങളായി ആളുകളെ നിയമിച്ചിട്ടില്ല. പാടശേഖരങ്ങളിൽ കൊയ്ത്തു തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൃഷിഭവനിൽ ജീവനക്കാരില്ലാത്തത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. സബ്സിഡി ലഭിക്കേണ്ട പദ്ധതി പ്രവർത്തനങ്ങളും അവതാളത്തിലാണ്. താന്യം കൃഷി ഓഫീസറെ താൽക്കാലികമായി ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ജീവനക്കാരില്ലാത്തതിനാൽ പ്രവർത്തനങ്ങൾ ഗുണപ്രദമാകുന്നില്ല. സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് 4 ജീവനക്കാർ വേണം. കൃഷി ഓഫീസർ അടക്കം 4 പേര് വേണ്ടതും. അവർക്ക് മതിയായ ജോലികളുമുള്ളതാണ് ചാഴൂർ പഞ്ചായത്ത്. 2350 ഏക്കറിൽ വരുന്ന നെൽകൃഷിയും 21 കോൾപ്പടവുള്ള ഈ മേഖലയിൽ ഒരു വർഷത്തെ ഏറ്റവും വലിയ തിരക്കുള്ള ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒരൊറ്റ ജീവനക്കാർ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. മില്ലുകൾ കിട്ടി, മില്ലിൻ്റെ ആളുകൾ വന്ന് അവരുടെ നെല്ലിൻ്റെ ഉണക്കവും ഗുണനിലവാരമൊക്കെ പരിശോധിച്ചിട്ടാണ് ഇവിടെ നെല്ലെടുക്കുന്നത്. അപ്പോൾ നെല്ലെടുക്കുന്നതിന് ഉള്ള സുഖമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും ഈ കൃഷി വകുപ്പിൻ്റെ ബന്ധപ്പെട്ട ഓഫീസറുടെ സേവനം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയമാണ്. കൃഷി ഓഫീസിന്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കേണ്ട സമയമാണിത്. എത്രയും വേഗം സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃപ്രയാർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ പാഞ്ഞാളിൽ കർഷകരുടെ 70,000-ഓളം കിലോ നെല്ല് കെട്ടിക്കിടക്കുന്നു. പാടി മാർക്കറ്റിംഗ് മാനേജരും മില്ല് ഏജന്റും ഒത്തുകളിക്കുന്നുവെന്ന് കർഷകർ പരാതിപ്പെട്ടു. 15 ദിവസമായി നെല്ല് കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട്. 3% കിഴിവ് വേണമെന്ന് മില്ല് ഏജന്റ് കർഷകരോട് ആവശ്യപ്പെടുകയായിരുന്നു. അത് നൽകാനാകില്ലെന്ന് പറഞ്ഞതോടെയാണ് നെല്ല് എടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് കർഷകർ പറഞ്ഞു. ഈർപ്പമുണ്ട് എന്ന കാരണം പറഞ്ഞാണ് നെല്ല് എടുക്കാതിരിക്കുന്നത്. പാടി മാർക്കറ്റിംഗ് മാനേജർ മില്ല് ഏജന്റിന് അനുകൂലമായാണ് നിൽക്കുന്നത് എന്നും മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും സിവിൽ സപ്ലൈസ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു. വെള്ളക്കെട്ടിനെയും വരൾച്ചയെയും അതിജീവിച്ച് കൊയ്തെടുത്ത നെല്ല് മില്ലുകാർ എടുക്കുന്നില്ലെന്ന് പരാതി. പെരുമ്പിലാവ് പൂയാംകുളം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ലാണ് പാടത്തും പറമ്പുകളിലുമായി കെട്ടിക്കിടക്കുന്നത്. ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് ഈർപ്പമടിക്കാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് വാടകയ്ക്കെടുത്ത് മൂടിയിട്ടിരിക്കുകയാണ്. നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്തതും കൊയ്ത്ത് കഴിഞ്ഞ വിവരം കൃഷിഭവനിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മില്ലുകാർ 1 ലോഡ് മാത്രമാണ് ഇവിടെ നിന്നും സംഭരിച്ചത്. നെല്ലിന്റെ തൂക്കവും ഗുണനിലവാരവും കുറവാണെന്നാണ് മില്ലുകാർ പറയുന്നത്. എന്നാൽ നെല്ലിന് കുഴപ്പമൊന്നുമില്ലെന്നും കിഴിവ് കൂട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നെല്ലെടുക്കാൻ വൈകിക്കുന്നതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. വേനൽ മഴയുടെ ഭീഷണിയും കർഷകർക്കുണ്ട്. എത്രയും വേഗം നെല്ല് കയറ്റാനുള്ള നടപടി അധികൃതർ ഇടപെട്ട് സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. നെല്ല് സംഭരിച്ച് 1.5 മാസം പിന്നിട്ടിട്ടും പണം ലഭിക്കാത്തതുമൂലം വലഞ്ഞ് കർഷകർ. പോർക്കുളം, വേദക്കാട്, കുതിരപ്പാടം പാടശേഖരങ്ങളിലെ നെല്ലാണ് കഴിഞ്ഞ മാസം സംഭരിച്ചത്. എന്നാൽ 1 മാസം പിന്നിട്ടിട്ടും നെല്ലിന്റെ വില ലഭിച്ചില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് പല കർഷകരും ഇത്തവണ കൃഷി ഇറക്കിയത്.
നെല്ല് വിറ്റ പണം കിട്ടാത്തതിനാൽ പലിശ ഇനത്തിൽ വൻ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത്. എരുമപ്പെട്ടി ITC റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രീമെട്രിക് ഹോസ്റ്റൽ, ഗവൺമെന്റ് ITI, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലേക്കുള്ള റോഡാണിത്. നിരവധി വിദ്യാർത്ഥികളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. 10 വർഷം മുൻപാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള വാഹനയാത്രയും കാൽനടയാത്രയും ദുസ്സഹമായിരിക്കുകയാണ്. രോഗികളെയും വയോധികരെയും കൊണ്ടുപോകുന്നതിനും മറ്റും ഓട്ടോറിക്ഷ, കാർ എന്നിവ വാടകയ്ക്ക് വിളിച്ചാൽ വരാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശമായ ITC റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മുൻ വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റുമായ സഫീന അസീസ്, നാട്ടുകാരായ ഔസേഫ്, ഷാജി, അഷ്റഫ്, ബാബു മുരിങ്ങത്തേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ഓർമ്മയായിട്ട് 6 വർഷം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ പത്മനാഭൻ അനുസ്മരണ ദിനം വ്യാഴാഴ്ച ആചരിക്കും. രാവിലെ 9-ന് ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെ പത്മനാഭന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും. ദേവസ്വം ആനത്താവളത്തിലെ ഗജവീരന്മാരായ ദാമോദർ ദാസ്, ബൽറാം ദേവദാസ് എന്നിവർ പത്മനാഭന് സ്മരണാഞ്ജലി നേരും. 2020 ഫെബ്രുവരിയിലാണ് ഗജരത്നം ഗുരുവായൂർ പത്മനാഭൻ ചരിഞ്ഞത്. എരുമപ്പെട്ടിയിൽ ജീപ്പിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. മദ്യപിച്ച് ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിന്റെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണം. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് മുന്നിലാണ് അപകടമുണ്ടായത്. ദേശമംഗലം സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. ഇയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ച് പമ്പിൽ നിന്നും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലേക്ക് കയറി ഇതുവഴി സഞ്ചരിച്ചിരുന്ന ജീപ്പിന്റെ പിൻചക്രത്തിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരുതിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ച ശുചിമുറി കോംപ്ലക്സ് ആവശ്യമില്ല എന്ന മെഡിക്കൽ ഓഫീസറുടെ നിലപാടിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സബീഷ് മരുതിയൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ അധ്യക്ഷത വഹിച്ചു. പ്രവീൺ പറങ്ങനാട്ട്, അഭിലാഷ് പോവിൽ, സന്തോഷ് കോലാരി, ശ്രീനിവാസൻ പണിക്കശ്ശേരി, ബിജു പട്ടിയാമ്പുള്ളി, VV അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് ബൈക്ക് കത്തിനശിച്ചു. പുതുക്കാട് തൊറവിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടകര സ്വദേശി അഭിലാഷിന്റെ ബൈക്കാണ് കത്തിയത്. കടയിൽ നിന്ന് വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടരുകയായിരുന്നു. ഉടൻ തന്നെ ബൈക്കിൽ നിന്നും ഇറങ്ങിയ അഭിലാഷ് സമീപത്തുള്ള കടയിൽ നിന്നെടുത്ത ചാക്കുകൾ നനച്ച് ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് മുകളിൽ ഇട്ടുവെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ഈ മാസം 24-ന് പ്രാദേശിക അവധി. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും കൂടാതെ തലപ്പള്ളി താലൂക്കിൽപ്പെടുന്ന എങ്കക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിനും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിറക്കി. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന് പുത്തൻചിറ മണിയംകാവ് റോഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി കോണത്തുകുന്ന് മുതൽ പുഞ്ചപ്പറമ്പ് വരെ ടാറിംഗ് പൂർത്തിയായി. ജല അതോറിറ്റി പൈപ്പ് മാറ്റുന്നത് കാരണം പുഞ്ചപ്പറമ്പ് മുതൽ മണിയംകാവ് ടാറിംഗ് പണി നിർത്തിവച്ചിരിക്കുകയാണ്. റോഡിൽ കോൺക്രീറ്റും മെറ്റൽ പൊടിയും ഇട്ടത് കാരണം വാഹനങ്ങൾ കടന്നുപോകുന്ന കാറ്റുകൊണ്ട് പൊടിശല്യവും രൂക്ഷമാണ്. കടയുടമകളും വീട്ടുകാരും പൊടിശല്യം ഒഴിവാക്കുന്നതിനായി റോഡിൽ നനച്ചുകൊണ്ടിരിക്കുകയാണ്. പുഞ്ചപ്പറമ്പ് മുതൽ മണിയംകാവ് വരെ റോഡ് ടാർ ചെയ്യുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് നഗരത്തിലെ വടക്കേ ബൈപ്പാസിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ രൂപപ്പെട്ട അപകടക്കുഴി അടയ്ക്കുന്നതിനുള്ള നടപടി ജലസേചന വകുപ്പ് ആരംഭിച്ചു. കുഴിയിൽ വീണ ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ കണ്ടെത്തിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ജലസേചന വകുപ്പ് അധികൃതർ പൊട്ടിയ പൈപ്പ് അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇടവേള.
ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 6 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഏത്തായി പടിഞ്ഞാറുള്ള ദ്വീപിൽ ബഹളം കേട്ട് അന്വേഷിക്കാൻ ചെന്ന യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ചാവക്കാട് മണത്തല സിദ്ദിഖുപള്ളി സ്വദേശി ചെട്ടിപ്പാറൻ വീട്ടിൽ അമർജിത്ത്, ഏങ്ങണ്ടിയൂർ അഞ്ചാംകല്ല് സ്വദേശികളായ കുട്ടൻപറമ്പത്ത് വീട്ടിൽ അഭിഷേക്, ഉണ്ണിക്കോച്ചൻ വീട്ടിൽ നവനീത്, ഓട്ടത്തിൽ വീട്ടിൽ ആകർഷ്, ഏങ്ങണ്ടിയൂർ ചേറ്റുവ കോട്ട സ്വദേശി കടമ്പനാട്ട് വീട്ടിൽ ശ്രീകുമാർ, ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ അവിനാഷ് എന്നിവരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള ആരോഗ്യ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സർവകലാശാല ആസ്ഥാനത്ത് നടന്നു. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ അധ്യക്ഷത വഹിച്ചു. രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ S അനിൽകുമാർ, ഫിനാൻസ് ഓഫീസർ MS സുധീർ, വിദ്യാർത്ഥികാര്യ ഡീൻ ഡോക്ടർ R ആശിഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച യുവാവ് അറസ്റ്റിൽ. കല്ലൂർ മാവിൻചുവട് സ്വദേശി ചിറ്റിയത്ത് വീട്ടിൽ മിഥുനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് നാടുകടത്തിയ പ്രതി കാപ്പ ഉത്തരവ് ലംഘിച്ച് കല്ലൂരിൽ എത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കരുവന്നൂർ പുറത്തുശ്ശേരി സ്വദേശികളായ നെടുമ്പുറയ്ക്കൽ വീട്ടിൽ ഷമീർ, മുരിങ്ങത്ത് വീട്ടിൽ സുധിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പൊന്നനം പള്ളിക്ക് സമീപം താമസിക്കുന്ന കയ്പമംഗലം 3 പീടിക സ്വദേശി പുഴങ്കരയല്ലത്ത് വീട്ടിൽ അനീസിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. കയ്പമംഗലം SI ഋഷി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 9 നൂറ്റാണ്ട് പ്രതിഫലം വാങ്ങാതെ ഗുരുക്കന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിനായി എടമുട്ടത്ത് തോൽപ്പാവക്കൂത്ത് നടത്താനെത്തുന്നവരാണ് പട്ടാമ്പിയിലെ കളരിക്കൽ തറവാട്ടുകാർ. പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലാണ് 7 രാവുകളിലായി ശ്രീരാമചരിതം മുഴുവൻ നിഴൽ പാവകളായി ഇവർ അവതരിപ്പിക്കുന്നത്. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ പട്ടാമ്പിയിലെ കളരിക്കൽ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് പൂർവികർ തുടങ്ങിവെച്ച ആചാരം തുടരുന്നത്. പട്ടാമ്പിയിൽ നിന്നുള്ള പണിക്കന്മാർ എത്തിയാൽ അതാണ് കൊടിയേറ്റ സമയം. ശ്രീരാമചരിത്രത്തിലെ സേതുബന്ധനം മുതൽ പട്ടാഭിഷേകം വരെ തോൽപ്പാവക്കൂത്തിൽ ആസ്വാദകർക്ക് പകർന്നു നൽകും. പാതിരാ നേരത്ത് നടക്കുന്ന കൂത്തിൽ തിരിയിട്ട നാളികേരമുറി വിളക്കുകളുടെ വെളിച്ചത്തിൽ പാവകളെ ചലിപ്പിക്കുമ്പോൾ വലിച്ചു കെട്ടിയ വെള്ളത്തുണിയിൽ തെളിയുന്ന നിഴലുകളായാണ് കൂത്ത് ജനങ്ങൾ ആസ്വദിക്കുന്നത്. കമ്പരാമായണത്തിലെ തമിഴ് ശീലുകൾ ഫലിതത്തിന്റെ മേമ്പൊടിയിൽ ചെണ്ടയുടെ അകമ്പടിയോടെയാകുമ്പോൾ കൂത്തിന് ആസ്വാദ്യതയേറും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാരണവന്മാർ ഈ ക്ഷേത്രത്തിന് സമീപത്തെ മണൽപ്പരപ്പിലിരുന്ന് തോൽപ്പാവക്കൂത്തിലെ കമ്പരാമായണ ഭാഗത്തിലെ വരികൾ ചൊല്ലിയത് കണ്ട് ഭഗവതിയുടെ ആജ്ഞപ്രകാരം കോമരമെത്തി വരും വർഷങ്ങളിൽ കൂത്ത് അവതരിപ്പിക്കാൻ കൽപ്പിച്ചുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ തന്നെ തോൽപ്പാവക്കൂത്ത് ആദ്യമായി ഇവിടെ ആരംഭിച്ചത് ഞങ്ങളുടെ പട്ടാമ്പി കളരിക്കൽ തറവാട്ടിൽ നിന്നാണ്. പണ്ടെങ്ങോ ഒരു കാരണന്മാർ ഇവിടെ വന്ന് അവര് തോൽപ്പാവക്കൂത്തിന്റെ കമ്പരാമായണത്തിലെ വരികൾ ഇവിടെ തീർത്ഥാടനത്തിന് വന്നപ്പോൾ ഈ മണൽപ്പരപ്പിൽ വെച്ച് ചൊല്ലി എന്നുള്ളതാണ് ഇതിന്റെ ഐതിഹ്യം. അങ്ങനെ ഇവിടെ കോമരം വന്ന് എനിക്ക് കമ്പനാടകം വേണം ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ചിട്ടാണ് പിറ്റത്തെ വർഷം മുതൽ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് 7 ദിവസത്തെ തോൽപ്പാവക്കൂത്ത് നടത്തൽ എന്ന് ആണ് ഐതിഹ്യം. രോഗപീഠകൾക്കും വളർത്തുമൃഗങ്ങൾക്കും വേണ്ടി കൂത്തിൽ നാടകം എന്ന പേരിൽ ഷീട്ടാക്കി വഴിപാട് കഴിക്കുന്ന ചടങ്ങുമുണ്ട്. ഇതിനായും രാത്രിയിൽ ഉറക്കമിളച്ച് പലരും കൂത്തമ്പലത്തിൽ എത്താറുണ്ട്. 20 വർഷത്തിന് മേലെയായിട്ട് ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വരുന്നതും കൂത്ത് കാണാൻ വരുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാടകം എഴുതിക്കലാണ്. അത് നാടകം കാണാനും ഒരു വഴിപാടായിട്ടാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് സാധിച്ചു കിട്ടാനായിട്ടുള്ള വഴിപാടാണ് നാടക വഴിപാട്. നിഴൽപ്പാവക്കൂത്തിന്റെ പാരമ്പര്യവും ഐതിഹ്യവും വരും തലമുറകൾക്കും പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണ് എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ. TCV തൃശൂർ.
പോക്സോ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടി. കയ്പമംഗലം ചളിങ്ങാട് ഏറാട്ടുപറമ്പിൽ വീട്ടിൽ സിദ്ദിഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ തിരൂരങ്ങാടി മമ്പറമ്പത്ത് നിന്നാണ് പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PM വിമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാള പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം അവതാളത്തിലായെന്നാരോപിച്ച് ജലനിധി ഓഫീസിൽ BJP അംഗം TR സുഖിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മാള പോലീസ് എത്തി സുഖിലിനെ അറസ്റ്റ് ചെയ്തു. കുടിവെള്ള വിതരണത്തിൽ പഞ്ചായത്ത് അനാസ്ഥ കാണിക്കുകയാണെന്ന് TR സുഖിൽ പറഞ്ഞു. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ നടക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അറിയിച്ചു. പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ ഭാഗമായുള്ള ഇരിപ്പുവേലയുടെ അധികാര പുറപ്പെട്ടു. 18 ദേശത്തിന്റെ പാരമ്പര്യ അവകാശിയും കോമരവുമായ അഖിൻഷായുടെ നേതൃത്വത്തിലാണ് പറപ്പുറപ്പാട്. മേലെപ്പുരയ്ക്കൽ കുടുംബക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രസന്നിധിയിലെത്തി മണിമലർക്കാവിലമ്മയുടെ തോറ്റം ചൊല്ലി ആദ്യത്തെ പറയെടുത്തു. നാലുവർ സംഘത്തിന്റെ കാർഷിക കൂട്ടായ്മയിൽ ചാലക്കുടിക്ക് ഇനി തണ്ണീർമത്തൻ ദിനങ്ങൾ. വിയാർപുരത്ത് 5 ഏക്കറിലാണ് നാടൻ തണ്ണിമത്തൻ വിളവെടുക്കുന്നത്. അടിച്ചിലിയിലെ ജുബീഷ്, വൈലാത്രയിലെ റോയ് മൽപ്പാൻ, KK സിജോൻ, മേലൂർക്കാരൻ ഹരിപ്രസാദ് എന്നിവരുടെ കൂട്ടായ്മയിലാണ് വിയാർപുരത്തെ വെള്ളാഞ്ചിറ റോഡിന് സമീപം വലിയൊരു തോട്ടം പച്ചപിടിച്ചിരിക്കുന്നത്. നേന്ത്രവാഴ കൃഷിക്കാണ് പ്രഥമ സ്ഥാനം. ഇടവിളയിലെ താരമാണ് തണ്ണിമത്തൻ. 10 ടൺ തണ്ണിമത്തൻ ഇതിനകം വിളവെടുത്തു കഴിഞ്ഞു. കൃഷി ഇറക്കിയ 4 പേരും മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ കാർഷിക രംഗമാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. പാട്ടത്തിനെടുത്ത സ്ഥലത്തെ 1 ഡസനിലധികം വരുന്ന വിളകൾക്ക് ഡ്രിപ്പ് മുഖേന വെള്ളവും വളവും എത്തിക്കുന്നു. അതിനാൽ വെള്ളം പാഴാകില്ലെന്നും കൃഷിയിടത്തിൽ പുല്ല് പിടിക്കില്ലെന്നും ഇവർ പറയുന്നു. തണ്ണിമത്തം ഇവിടെ വിജയിക്കില്ല എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത് ഞങ്ങൾ വിജയിപ്പിച്ച് ഇപ്പോൾ അതെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ഇതിൽ വേറെ വിഷങ്ങളോ വേറെ ഇതൊന്നും ഇല്ല. അപ്പോൾ ജനങ്ങൾക്കും അതൊരു സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഓർഡർ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാണ്ടുള്ളൂ. ഇത് പൊട്ടിച്ച് തീരാറായി. ചോദിച്ചവർക്ക് കൊടുക്കാൻ എത്തിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. വിഷമില്ലാത്ത സാധനങ്ങൾ കഴിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ചെയ്യാം. ഏകദേശം 1 മാസമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇത് തന്നെ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും നല്ല താല്പര്യം, നല്ല രുചിയുണ്ട്. നമ്മൾക്ക് തന്നെ ഒരു മനസ്സിനൊരു നല്ല സന്തോഷമുള്ളൊരു സംഭവമാണ്. 4 പേരും നേരത്തെ വിവിധ കൃഷികൾ ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടായ്മയിൽ നിന്ന് വലിയ അനുഭവവും പുതിയ ദിശാബോധവും ലഭിച്ചു. പരിസരത്തെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും ഇവർ ലക്ഷ്യമിടുന്നു. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 19, 20, 21 ആനച്ചമയ പ്രദർശനം ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്യും. താലപ്പൊലി ദിവസമായ ശനിയാഴ്ച പുലർച്ചെ മുതൽ ഉച്ചവരെ ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. ക്ഷേത്രം ട്രസ്റ്റി TN ശങ്കരൻ നമ്പൂതിരി, ജനറൽ കൺവീനർ MC ഗോപികൃഷ്ണൻ, കണ്ണമ്പുഴ സേവാസമിതി സെക്രട്ടറി KM ഹരിനാരായണൻ, ട്രഷറർ KK ശങ്കരൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർപ്പ് പുഞ്ചിരിപ്പാടത്ത് സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഇന്നോവ കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ 3 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. പെരിഞ്ചേരി സ്വദേശി പെല്ലിശ്ശേരി വീട്ടിൽ എബിൻ, പല്ലിശ്ശേരി സ്വദേശി എടത്തേടത്ത് വീട്ടിൽ ഹിരൺ, തൈക്കാട്ടുശ്ശേരി സ്വദേശി വല്ലച്ചിറ വാര്യം വീട്ടിൽ അശ്വിൻ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ മുരളി പെരുന്നെല്ലി MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ സമാപന ദിവസത്തെ പര്യടനം വെളുത്തൂർ ചിത്ര സെന്ററിൽ നിന്നും ആരംഭിച്ചു. ജാഥ മാനേജർ VR മനോജ്, TV ഹരിദാസൻ, PA രമേശൻ, KR ബാബുരാജ്, KK ശശിധരൻ, K രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ സഹോദരന്മാരെ വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് പരിശോധന നടത്തി. ഓഡിറ്റ് റിപ്പോർട്ടിലെ അപാകതകളെക്കുറിച്ചുള്ള പരാതിയിലായിരുന്നു പരിശോധന. ഇൻസ്പെക്ടർ ജയേഷ് ബാലന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ പരാതിയിലായിരുന്നു പരിശോധന. പരാതിയുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ വിജിലൻസ് ഹാജരാക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഡിറ്റർ MM സജീവൻ, ASIമാരായ സന്ധ്യ, ശെൽവകുമാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഇനി സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,80 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് പുനഃപരിശോധിക്കണമെന്ന VD സതീശൻ. വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ UDF-ന് കിട്ടില്ലെന്നും സതീശൻ. ഗുരുവായൂർ തിരുവങ്കിടം നിവാസികളുടെ റെയിൽവേ അടിപ്പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ടെൻഡർ നടപടികൾ ആരംഭിച്ച് റെയിൽവേ. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ബൽറാം ഇടഞ്ഞ് 1 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി. കെട്ടുംതറയിൽ നിന്ന് അഴിക്കാനെത്തിയ പാപ്പാന്മാരെ ആന ഓടിച്ചു. മരൊട്ടിച്ചാൽ ചുള്ളിക്കാവ് മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തിയ കാട്ടുകൊമ്പനെ നാട്ടുകാർ ചേർന്ന് കാടുകയറ്റി. മേഖലയിൽ കൂടുതൽ ആനകളുണ്ടെന്ന് പ്രദേശവാസികൾ. വെള്ളിക്കുളങ്ങര ഇത്തനോളിയിൽ കാട്ടാന ശല്യം രൂക്ഷം. ചിറ്റിലപ്പള്ളി പുതൂർ കരിക്കാക്കോൾപ്പാടത്തെ നെൽകൃഷി ഉണങ്ങുന്നു. പെരുപ്പിലാവ് പൂയാംകുളം പാടശേഖരത്തിലെ ടൺ കണക്കിന് നെല്ല് ഏറ്റെടുക്കാതെ മില്ലുടമകൾ. പാഞ്ഞാളിൽ 70,000 കിലോ നെല്ല് കെട്ടിക്കിടക്കുന്നു. ദുരിതപൂർണമായി എരുമപ്പെട്ടി ITC റോഡിലൂടെയുള്ള യാത്ര. റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.